നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്നപ്പോൾ ടീച്ചറ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിരുന്നു, വളരെ സിമ്പിളായിരുന്നു. അതിനുശേഷം ഉച്ചക്കത്തെ കാര്യപരിപാടിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് കുക്കറിലെ അരി കഴിഞ്ഞില്ല, അരിയൊക്കെ ഇനിയിപ്പോൾ സ്റ്റീം പോയാൽ വാർക്കണം. പിന്നെ ഇന്ന് നമ്മുടെ രജനി ലീവാണ്. പറഞ്ഞില്ല ഇന്ന് കുറച്ച് മുമ്പേ വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാനിന്ന് ലീവാണ്. എന്താ ചോദിച്ചു. എനിക്കൊരു അദാലത്തിന് പോകാമെന്ന് പറഞ്ഞു. എന്താ കാര്യമുണ്ട്, അതിന് പോയതാ പാവം. എല്ലാത്തിനും ഓടണ്ടേ, സ്ത്രീകൾക്കാണല്ലോ ഓട്ടം. അവിടെ ഭർത്താവ് ജോലിക്ക് പോകും, രാവിലെ നിന്ന് കെട്ടുപണിക്ക് പോകും, കോൺക്രീറ്റ് പണിക്ക്. അപ്പം ഞാൻ അന്നേരം മെല്ലെ എന്നാൽ ഇന്നിപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും അല്ലെ ഉച്ചഭക്ഷണം അവിടെ ഞാനും കൂടെ ആണല്ലോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എല്ലാ പച്ചക്കറികളും കൂടെ ചേർത്ത് പരിപ്പിടാതൊരു സാമ്പാർ. ഇങ്ങനത്തെ ഒരു സാമ്പാറൊന്നും നിങ്ങളാരും വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? എല്ലാ പച്ചക്കറികളുണ്ട്, ചേമ്പുന്തണ്ട് ഉൾപ്പെടെ ഉണ്ട്. ഇതാ ചേമ്പുന്തണ്ട്, തോല് കളഞ്ഞ് വെച്ചിരിക്കുക, ക്യാരറ്റ്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, തക്കാളി നിറയുണ്ട്, പുളി ഇടുന്നില്ല. പിന്നെ പപ്പാളങ്ങ. ഇത്രയും കൂടെ അരിഞ്ഞ് കുക്കറിലോട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു 4 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഇത്തിരി കായവും ഇട്ട് അടുപ്പത്ത് വയ്ക്കും. അത് നല്ലോണം ഇവിടെ വയ്ക്കേ. അത് നല്ലോണം വെന്ത് കഴിയുമ്പോൾ ഒരു 2 സ്റ്റീം കുക്കറിലിട്ട്, ഇതൊക്കെ ശരിക്കും കുക്കറിലിടാതെ ചെയ്യേണ്ടതാണ്. പക്ഷെങ്കിൽ എളുപ്പത്തിന് ഇപ്പോൾ എല്ലാവരും അതൊക്കെ അല്ലേ. അപ്പോൾ 2 സ്റ്റീം വന്നാൽ മതി. 2 സ്റ്റീം വന്നു കഴിയുമ്പോൾ അതിനെ ഓഫാക്കിയിട്ട്, തക്കാളി കൂടുതലുള്ളതുകൊണ്ട് ഒരു ലേശം പുളി, രാവിലത്തെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെയാണ് പുളി ചേർക്കണ്ട, ഈ പുളി മതി. 5 തക്കാളിയുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് തക്കാളി തന്നെ കൊണ്ട് ഒരു കറി വയ്ക്കാമെന്നായിരുന്നു. ഒരു 5 തക്കാളി വലുതെടുത്താൽ അത് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ്, 2 സവാള നീളത്തിൽ അരിഞ്ഞ്, ഒരു 2 പച്ചമുളകും ഇട്ട് ഉപ്പും വെള്ളവും ഇട്ട് അടുപ്പത്ത് വെച്ച്, മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ഇട്ട് അടുപ്പത്ത് വെച്ച് വെന്ത് കഴിയുമ്പോൾ നാളികേരം, ജീരകവും ചെറിയ ഉള്ളിയും കൂടെ നല്ല മഷി പോലെ അരച്ച് കലക്കി കടുക് വറുത്താൽ സൂപ്പറാണ്. എന്തൊരു രുചിയാണെന്നറിയാം. ഒന്നും മതി, വേറൊന്നും വേണ്ട. ഇന്നപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയുമോ? ഇന്ന് ഞാൻ വിചാരിച്ചു പച്ചക്കറികൾ നിറച്ചിരിക്കും. കുട്ടികൾ വന്നപ്പോൾ നിറയെ വാങ്ങിച്ചതാണ്. പക്ഷെ അവർ ഒരുപാട് ദിവസം നിൽക്കാൻ അവർക്കാർക്ക് ലീവ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് പിന്നെ അധികം പുറത്തുനിന്നായിരുന്നു ഭക്ഷണവും. അപ്പം അതുകൊണ്ട് ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ട് ഒരു സാമ്പാർ അങ്ങ് വയ്ക്കാം, പരിപ്പിടാതെ. ഇവിടെ എല്ലാവരും ഗ്യാസിൻ്റെ ആൾക്കാരാണ്, പരിപ്പ് വയ്ക്കില്ല. ഇതെല്ലാം കൂടി ഇട്ട് 2 സ്റ്റീം വന്ന് കഴിയുമ്പോൾ ഓഫാക്കിയിട്ട് അതിന് സാമ്പാറിൻ്റെ പൊടി ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മേടിച്ചാണ് സാമ്പാർ പൊടി ഇട്ട് യോജിപ്പിച്ച് ഉപ്പും എരിവും പുളിയൊക്കെ ക്രമീകരിച്ച്, ഉള്ളി ഇത്തിരിയേറെ ചെറിയുള്ളി ഇട്ട് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ അതിലോട്ടൊഴിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം, ആസ് യു പ്ലീസ്. അങ്ങനെ എടുക്കുന്ന സാമ്പാറിൽ പിന്നൊരു കഷ്ണം പിന്നൊരു കൂട്ടാനേ ആവശ്യമില്ല, എല്ലാം അതിലുണ്ട്. പക്ഷേ ഞാനിന്ന് ഈ കയ്പ്പയ്ക്ക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ ഞാനൊന്ന് വെറുതെ ചുരണ്ടും.
കാരണം അതിൻ്റെ പുറത്ത് അതൊക്കെയാണ്, ഇതൊക്കെ ഒരുപാട് വിഷം തെളിക്കുന്നതല്ലേ, എന്നാലും പോകില്ല. പിന്നെ പൊടി 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 പൊടിയായിട്ടായി. രജനിയൊക്കെ ഈ ഇതിൽ വെച്ചിട്ടാണ്, പലകയിൽ വെച്ചിട്ടാണ്, കട്ടിംഗ് ബോർഡെന്നൊക്കെ പറയും, അതിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ പലകയെന്നൊക്കെയാണ് പറഞ്ഞത്. പണ്ടിതൊന്നും ഇല്ല വീടുകളിലൊന്നും, കട്ടിംഗ് ബോർഡൊന്നും. എന്നിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞാലൊന്നും ഇത് ശരിയാവില്ല. കൈ കൊണ്ട് പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് 2 പച്ചമുളകും ഒക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കടുക് താളിച്ചിട്ട് ഒരു നുള്ള അരിയിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കടുക് താളിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതിന് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്മിയിട്ട് അതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഈ കടുക് താളിച്ചതിലേക്ക് ഇടുക. ഇട്ടിട്ട് ഒന്നിളക്കി, പച്ചമുളക് നമ്മൾ കീറിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇനി ഇതിന് കളറില്ലാതെ വെള്ളയായിട്ടാണോ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണ്ട. പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടും, കാരണം ഇതൊക്കെ വിഷമല്ലേ. എന്നിട്ട് അതിനെ തല്ലിപ്പൊത്തി വെച്ച് ഒരു 6-7 മിനിറ്റ് മതി. കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ ഉപ്പും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിലേക്ക് ഒരു അരമുടി നാളികേരം കഷ്ടി, വെള്ളുള്ളി, ജീരകവും പച്ചമുളകോ കാന്താരിയോ, ഇതിവിടെ കാന്താരിയാണ്, ചതച്ചിട്ട് അതിൽ യോജിപ്പിച്ച് എടുത്തു കഴിയുമ്പോൾ എന്നാ രുചിയാണെന്നറിയോ, നല്ല രുചിയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ. സഹായി ഇല്ലല്ലെന്ന്. അപ്പം സിമ്പിൾ, എന്നും 3-4 കൂട്ടാനില്ലേ. എനിക്ക് എത്ര വെച്ചാലും പിന്നെ മാലപ്പടക്കം പോരാ. ശരിക്കും മാലപ്പടക്കം പോകുന്ന പോലെ അങ്ങ് പോവും കറികൾ ഓരോന്നോരോന്നോരോന്നായിട്ട്. ഇവിടെ മാഷും ചോദിക്കും, കുട്ടികൾ എന്തിനാ അമ്മേ ഇത്രയൊക്കെ, നല്ല വായിക്ക് രുചിയുള്ള 2 എണ്ണം പോലെ ചോദിക്കും. എനിക്ക് പഴയ ശീലം, പണ്ട് നമ്മൾ കൂട്ടുകുടുംബങ്ങളിലല്ലേ ജീവിച്ചതും വളർന്നുമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് മെമ്പേഴ്സും ഒരുപാട് കറികളും ഒക്കെ വയ്ക്കുമല്ലോ. പണ്ടത്തെ അമ്മമാർക്ക് അടുക്കളയിൽ കിടന്ന് നീറി പുകഞ്ഞ് കരിഞ്ഞ് യാകാനായിരുന്നു യോഗം. ഇന്നത്തെ ഇപ്പം പിള്ളേരൊന്നും അങ്ങനെയൊന്നും നിൽക്കില്ല, കഴിയുന്നതും പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറയും ഇപ്പോഴത്തെ പെൺപിള്ളേർ. കാലഘട്ടം മാറിയില്ലേ, അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഭാവാദികളും ശീലഗുണങ്ങളും രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിനനുസരിച്ച് ആ ഒഴുക്കിൽ നമുക്കും ഒഴുകാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞ് ഈ കുക്കറിലോട്ടിട്ട് അതിൽ ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും കായവും കൂടെ ചേർത്ത് 2 പച്ചമുളകും ഉണ്ട് കേട്ടോ ഇട്ട് അടുപ്പത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് ടീച്ചറുടെ ഉച്ചക്കത്തെ വിഭവങ്ങൾ. ഈ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നോട് പറയണം കേട്ടോ. ഒരു ദിവസമൊക്കെ അതൊക്കെ മതി. ഒരു ദിവസം സഹായി വന്നില്ലേലോ, നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാരി ഉണ്ടെങ്കിലോ ഒക്കെ ഇതൊക്കെ മതി. ഇതിലെല്ലാ പച്ചക്കറിയും ഉണ്ട്, പരിപ്പ് മാത്രമില്ല. പരിപ്പ് വിത്തൗട്ട് പരിപ്പ് സാമ്പാറില്ല, പരിപ്പില്ല സാമ്പാർ ബെസ്റ്റ്. നിങ്ങളെല്ലാവരും ഇപ്പം അത് ചെയ്യണം. പിന്നെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ്. അതെന്താണെന്ന്, ഇതെല്ലാം ഇന്ന് ഓറൽ ക്ലാസ്സാണ്. അതായത് ഒരു 4 നെല്ലിക്ക എടുക്കുക. ഇവിടെ ഉണ്ട്, ഞാൻ ഇന്നതാണ് എൻ്റെ മുടിയൊക്കെ ഒക്കെ ഇത്രയും പ്രായത്തിൽ നരച്ചില്ല എന്ന് പറഞ്ഞാലേ അല്പം ഒക്കെ നരച്ചു. പക്ഷെ ഇത്രയൊക്കെ ഉള്ളൂ, ഒരുപാടൊന്നും പോയില്ല. ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ 4 നെല്ലിക്ക എടുത്ത് 4ആയിട്ട് കീറി അതിൻ്റെ കുരു സഹിതം അതിനെ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ച് അതിന് 1/2 ഗ്ലാസ് ആക്കണം, തിളപ്പിച്ച് വറ്റിക്കണം. 1/2 ഗ്ലാസ് അത്. 2 സ്പൂൺ തേയിലപ്പൊടി, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തേയിലപ്പൊടി ആയിക്കോട്ടെ, അതിനെ ഇതേപോലെ തന്നെ അത്രയും വെള്ളം ഒഴിച്ച് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം തിളച്ച് കുറുക്കി 1/2 ഗ്ലാസ് ആക്കണം. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം. നെല്ലിക്ക വെള്ളവും തേയില വെള്ളവും കൂടി യോജിപ്പിക്കണം. എന്നിട്ട് അതിനകത്തേക്ക് മൈലാഞ്ചിപ്പൊടി, കറിവേപ്പിലപ്പൊടി ഉണക്കിപ്പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിനെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ച് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ എന്ന് പറഞ്ഞാൽ തുരുമ്പിച്ച ചീനിച്ചട്ടിയല്ല. ഓരോ ആളുകൾ തുരുമ്പിച്ച ചീനിച്ചട്ടിയിലൊക്കെ വയ്ക്കുന്നത്. ഒരിക്കലും തുരുമ്പ് മനുഷ്യൻ്റെ സ്കിന്നിലൊന്നും തട്ടാൻ പാടില്ല. ഇരുമ്പ്, അയൺ നല്ലതാണ്. അത് തുരുമ്പിക്കാത്ത നല്ല ചീനിച്ചട്ടിയിലേ ചെയ്യാവൂ, ഇരുമ്പ് ചീനിച്ചട്ടി. ചിലർ കാണാൻ സ്ലൈഡൊക്കെ ഇടുന്നത്, അതൊന്നും എന്തിനാ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഒഴിച്ച് 2 കൂടെ 1 ഗ്ലാസ്സേ ഉള്ളൂ, അതിനെ 1/2 ഗ്ലാസ്സാക്കി വറ്റിക്കണം.
വറ്റിച്ചിട്ട് ഈ മൈലാഞ്ചിപ്പൊടി, ഇതൊക്കെ ഞാൻ ഇവിടുന്ന് പൊടിച്ച് വെച്ചിരിക്കുന്ന മൈലാഞ്ചിപ്പൊടി പിന്നെ ചായപ്പൊടിയും കൂടെ, മൈലാഞ്ചിപ്പൊടി, കറിവേപ്പിലപ്പൊടി, ഇത് രണ്ടും കൂടെ ഇതിൽ മിക്സ് ചെയ്ത്, ഈ തേയില വെള്ളവും നെല്ലിക്ക വെള്ളവും കൊണ്ടുള്ള അതിൽ മിക്സ് ചെയ്ത്, അതിൽ മിക്സ് ചെയ്ത വെള്ളമില്ലേ അതിനകത്തേക്കിട്ട് ഒന്ന് കുറുക്കണം. നമ്മുടെ തലയ്ക്ക് തേക്കത്തക്ക പാകത്തിൽ കുറുക്കി ഒരു വൈകുന്നേരം വരെ അവിടെ അടച്ചു വയ്ക്കൂ. വൈകുമ്പോഴത്തേക്കത് നല്ല കറുപ്പുമാകും. തലയ്ക്ക് വളരെ യൂസ്ഫുള്ളാണ്. തലയ്ക്ക് വളരെ സുഖം കിട്ടും. തലമുടി പിന്നെ 1 മാസത്തേക്ക് അത് മതി. പിന്നെ അടുത്ത മാസം ഇതുപോലെ ചെയ്താൽ മതി. അത്ര നന്നായിട്ടിരിക്കും. ഈ മൈലാഞ്ചി, കറിവേപ്പില, നെല്ലിക്കയും ചായപ്പൊടി, ഈ 4 സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ചെമ്പരത്തി ഇലയും കൂടെ കൊണ്ടുവന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ആ താളി കൊണ്ട് നിങ്ങളുടെ തല തേച്ച്, അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വെള്ളത്തിലൊഴിച്ചൊന്ന് ഇറുക്കി പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അരിച്ചെടുക്കണം കരിയില്ലാതെ. എന്നിട്ട് അതുകൊണ്ട് തല തേച്ച് കഴുകുക. ഇതൊരു നല്ല സുഖമാണ് തലയ്ക്ക് കറുപ്പ് കിട്ടുന്ന മാത്രമല്ല തലയ്ക്ക് സുഖവുമാണ്. മുടി വളരാനും നല്ലതാണ്. കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ പേരൻസ് ചെയ്തു തന്നു. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ചപ്പോൾ കുറേ പോയി. കോഴിക്കോട് ട്രെയിനിങ്ങിന് പോയപ്പോൾ കുറേ പോയി. അത് കഴിഞ്ഞ് ആദ്യത്തെ മോനെ പ്രസവിച്ചപ്പോൾ കുറേ പോയി. അവിടെ പൈപ്പ് വെള്ളമൊക്കെ, നമ്മുടെ വീടുകളിലൊന്നും പൈപ്പ് വെള്ളമല്ലേ കോഴിക്കോടൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഈ ഡയബറ്റിക്കിനും എല്ലാ അസുഖങ്ങളും ഇല്ല, അതിനെല്ലാം ഉള്ള മരുന്ന് കഴിക്കുന്നില്ലേ, അതുകൊണ്ട് ബാക്കിയും കൂടെ പോയി. ഇപ്പോൾ ഒരു 10-12 മുടിയേ ഉള്ളൂ എനിക്ക്. അതെങ്കിലും ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും ഈ സ്പെഷ്യൽ സാമ്പാറും ഈ സ്പെഷ്യൽ ഡൈയും പരീക്ഷിച്ച് നോക്കുക. 100% സരസ്വതി ടീച്ചർ ഗ്യാരണ്ടി കേട്ടോ. അപ്പം എല്ലാവർക്കും ഞാൻ ഓറൽ ക്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ എന്ന് പുതുവർഷത്തിൽ ടീച്ചർ പ്രാർത്ഥിക്കുന്നു. ഇന്ന് 3-ാം തീയതി അല്ലേ? 3-ാം തീയതി മുതൽ ഇനിയുള്ള വർഷങ്ങളെല്ലാം, എനിക്കൊക്കെ ഇനി കുറച്ചല്ലേ ഉള്ളൂ. നിങ്ങൾ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടും നല്ല സ്മാർട്ടായിട്ട്, ബി സ്മാർട്ട്, അങ്ങനെ മിടുക്കരായിട്ട് നിങ്ങളുടെ കാലഘട്ടം മുമ്പോട്ട് പോകട്ടെ. കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വളർത്തി വീട്ടിലുള്ളവരെ എല്ലാവരെയും ശുശ്രൂഷിച്ച് സ്നേഹിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല കുടുംബിനികളായിട്ട് ജീവിക്കാനുള്ള അവസരം എല്ലാ മഹാലക്ഷ്മിമാർക്കും ഉണ്ടാകട്ടെ എന്ന് ആസ് എ ടീച്ചർ, ആസ് എ മദർ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ഇത്രയും നേരം കേട്ട നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് എന്തുവാ ചിന്താവിഷ്ടയായ സീതയിലെ, ഇപ്പം എല്ലാവരും ചിന്താവിഷ്ടയായ ശ്യാമള സിനിമയല്ലേ അറിയുള്ളൂ, അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ചിന്താവിഷ്ടയായ സീതയിലെ ഒരു 2-3 വരികൾ ശ്ലോകങ്ങൾ ചൊല്ലാം. സുതർ മാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ, സുതർ മാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ, അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. അരിയോരണിപന്തലായി സതിക്ക് ഒരു പൂവാക വിതർത്ത ശാഖകൾ, ഹരിനീല തൃണങ്ങൾ കീഴിരുന്നരുളും പട്ടു ഇരിപ്പുമായിതേ. നിലയന്യ ദേവിയാൾക്കകത്ത് അലതല്ലുന്നൊരു ചിന്തയാങ്കടൽ, ഫലഭാവമണച്ചു മെല്ലെ നിർമ്മലമാം ചാരുകവിൾത്തടങ്ങളിൽ. ഒരു നിശ്ചയമില്ലയൊന്നിനും വരുമോരോ ദിശ വന്ന പോലവും, വിരയുന്നു മനുഷ്യനേതിനോ തിരിയാലോകരഹസ്യമാർക്കുമേ. അല്ലേ? ശരിയല്ലേ? ഒന്നിനും ഒരു നിശ്ചയമില്ല. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു ഒരു നിശ്ചയവുമില്ല. ഓരോ ദിശ വന്നു പോകും, ഓരോ കാലഘട്ടങ്ങൾ, ഓരോ അവസ്ഥകൾ വന്നു പോകും. എങ്കിലും വിരയുന്നു മനുഷ്യനേതിനോ, ഇതിനൊക്കെയോ കിടന്ന് പരക്കം പായുകയാണ് മനുഷ്യൻ. തിരിയാ ലോകരഹസ്യമാർക്കുമേ, ഈ പ്രപഞ്ചരഹസ്യം ആർക്കും തന്നെ അറിയാൻ പാടില്ല.
അടുത്ത നിമിഷം എന്താണെന്ന് പോലും, ഈ നിമിഷം എന്താണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നതും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ഉപദ്രവങ്ങൾ ചെയ്യാതെ, ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉപകാരമാണ്. നന്മയോടുകൂടി ജീവിക്കാൻ, പരോപകാരത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. നല്ല ഈശ്വരഭക്തിയോടും ഗുരുത്വത്തോടും എല്ലാവിധ നന്മകളോടും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുരാണങ്ങളൊക്കെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു വാക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഞാൻ ധന്യയായി. താങ്ക് യു സോ മച്ച്. എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയതായി വരുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈ പാചകമൊക്കെ അറിയാം. പിന്നെ ഞാനിതെന്തിനാ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്? പറഞ്ഞാൽ പോരെ, പച്ചക്കറികളൊക്കെ കാണിച്ചു. അപ്പം ഇതുകൊണ്ടൊക്കെ നിങ്ങൾ തൃപ്തിപ്പെടൂ മക്കളെ, നല്ലവരാകൂ, നന്മകൾ വിതറൂ നമ്മുടെ സമൂഹത്തിലേക്ക്. കുഞ്ഞുങ്ങളെയൊക്കെ നന്മകൾ മാത്രം പഠിപ്പിക്കൂ. നമ്മൾ പകർന്നു കൊടുക്കുന്നതാണോ അവർ പഠിക്കുന്നത്, അല്ലേ? മാതാപിതാ ഗുരു ദൈവം. അപ്പോൾ ആദ്യത്തെ സ്ഥാനം മാതാവിനാണ്, പിന്നെ പിതാവ്, അതിനുശേഷം ഗുരു. ഈ 3 പേരിൽ നിന്നാണ് നമ്മൾ നന്മകൾ പഠിക്കുന്നത്. പിന്നെ സമൂഹത്തിൽ നിന്നും, സൊസൈറ്റിയിൽ നിന്നും. ഇവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇവരോടൊക്കെ നമുക്ക് കടപ്പാടുകൾ ഒരുപാടാണ്. ഇവരോടൊക്കെ നമുക്ക് നന്ദിയുണ്ട്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നല്ലേ? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ എനിക്കന്ന് പാതിമയ്യായ മാതാവിനോടോ, പിന്നെ പാതിമയ്യായ പിതാവിനോടോ, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോടോ നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു എന്നല്ലേ? നമുക്ക് എല്ലാവരോടും നന്ദി ചൊല്ലാം, അല്ലേ? താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ.